നമ്മുടെ ഷോപ്പിലുള്ള മഷ്റൂം സിൽക്ക് അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കോട്ടൺ അതിലൊക്കെ വരുന്ന കുറച്ച് കളക്ഷൻസിന്റെ ഫോട്ടോസ് ഒക്കെ അയക്കാമോ എന്ന് വെച്ച് കുറച്ച് നമുക്ക് ഒരു 1 വീക്ക് ആയിട്ട് കുറച്ച് എൻക്വയറീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഷോപ്പിലുള്ള കുറച്ച് മഷ്റൂം സിൽക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കോട്ടൺസും നമുക്കൊന്ന് കാണാം കേട്ടോ. സോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരു 6 ആക്ട് പാറ്റേണിൽ വരുന്ന ഒരു മഷ്റൂം സിൽക്ക് ആണ് കേട്ടോ. മഷ്റൂം സിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കോട്ടൺ ആയിരിക്കും, പുറമേ മൊഡാൽ സിൽക്കിന്റെ സെയിം മെറ്റീരിയൽ തന്നെ ആയിരിക്കും. ഉള്ളിൽ കുറച്ചുകൂടി കോട്ടൺ വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങും ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. ഇത് വരുന്നു ഫസ്റ്റ് ഡിസൈൻ. നല്ലൊരു ഗ്രേ ടോൺ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ്. ഇത് നമുക്ക് സെയിം ടോണിലുള്ള ബോട്ടത്തിന്റെ കൂടെ പെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ സെയിം ടോൺ ബോട്ടം വേണമെങ്കിൽ നമ്മൾ ഡൈ ചെയ്ത് തരുന്നതാണ്. ഷാൻറ്റോൺ അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് നമുക്ക് ഡൈ ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യാം കേട്ടോ, നമ്മൾ ഡൈ ചെയ്ത് തരുന്നതാണ്. ഇല്ലെങ്കിൽ ഇതൊരു വൈറ്റ് ബോട്ടമിന്റെ കൂടെ ഇട്ടാലും നിങ്ങൾക്ക് പെയർ ചെയ്യാം. കുറച്ചുകൂടി എലഗന്റ് ആവാം സെയിം കളറിലുള്ള ബോട്ടം ഇടുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിൽക്ക് ഫാബ്രിക് ആണ്. ആൻഡ് നമ്മൾ മഷ്റൂം സിൽക്കിൽ അങ്ങനെ കാണാത്തൊരു റെയർ ആയിട്ടുള്ള ഒരു പ്രിന്റുമാണ് ഈ ഒരു 6 ആക്ട് ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു സിൽക്ക് ഫാബ്രിക്കിലേക്ക് വന്നിട്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഡിസൈൻ ആൻഡ് ഫസ്റ്റ് ഷെയ്ഡ്. അതിൻ്റെ തന്നെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് സെയിം ഡിസൈൻ തന്നെ വരുന്നു കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ നമുക്ക് വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. ഗ്രേ കുറച്ചുകൂടി സെയിം ഷെയ്ഡിൽ തന്നെ ഇടുമായിരിക്കും നല്ലത്. ഇതും സെയിം ഷെയ്ഡിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് സെയിം ഷെയ്ഡിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ. അടുത്തത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നമ്മളിപ്പോൾ കണ്ട ആ ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്നു. ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ. ഇതൊക്കെ നമുക്ക് ഇതുപോലെയുള്ളൊരു കോളർ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു എ ലൈൻ പോലെ ചെയ്താലും നല്ല ഭംഗിയാണ്. ഞാനൊരെണ്ണം എ ലൈൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. നല്ല ഭംഗിയായിട്ട് നല്ല ഫിഗർ ഫിറ്റ് ആയിട്ടിരിക്കും. ഒരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻ വെയറിൽ ഇടാം, കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും നമുക്ക് പല ടൈപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അനുസരിച്ച് നമുക്കൊരു ഫാബ്രിക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പം ഇങ്ങനെ ഒരു കോളർ നെക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ ഒരു കാഷ്വൽ വെയർ ആയിട്ട് നമുക്കൊരു ഔട്ടിങ്ങിന് പോകുമ്പോഴും ഒക്കെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് 450 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇപ്പോൾ കാണിച്ച എല്ലാത്തിൻ്റെയും മീറ്റർ പ്രൈസ് 450 ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാ ബാന്തിനി പ്രിന്റിൽ വരുന്ന, നമ്മൾ എപ്പോഴും ഒരിടയ്ക്ക് നമ്മൾ ഒത്തിരി ചെയ്താണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള മഷ്റൂം സിൽക്കിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നു ഇത്. ഒരുപാട് പേര് സ്റ്റിൽ ഇതിന് വെയിറ്റിംഗ് ആണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. നമ്മുടെ പഴയ വീഡിയോസിൽ നിന്നൊക്കെ ഒത്തിരി ഷെയ്ഡ്സിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു നേവി ബ്ലൂവിൻ്റെ തന്നെ ഒരു സിൽക്ക് ഫിനിഷിലേക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. ബാന്തിനി പ്രിന്റിലാണ് വരുന്നത്. 495 ആണ് ഈ ഒരു പ്രിന്റിന്റെ മീറ്റർ പ്രൈസ് വരുന്നത്. അതിന്റെ അടുത്ത ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗോൾഡനിഷ് മസ്റ്റാർഡ് ഷെയ്ഡാണ്. ഇതിന്റെ ചെറിയ പീസസ് ആണ് വീഡിയോ കാണിക്കുന്നത്, നമ്മുടെ ഉണ്ട്. ഒരുപാടില്ല ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് മീറ്റേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. സോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളാം. ഇത് വരുന്നു നെക്സ്റ്റ് വൺ. അടുത്തത് ഇതൊരു പെൻസിൽ ഗ്രേ ടോൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെയർ ഷെയ്ഡാണ്. എന്താ പറയുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയിൽ വരുന്നൊരു ഷെയ്ഡാണ്. ഇങ്ങനെ വരും. നല്ല രസമുള്ള ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോൺസിനും ചേരും. നല്ലൊരു റെയർ ഷെയ്ഡാണ്. ഒരു പെൻസിൽ ഗ്രേ, നമ്മൾ ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രേ ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ. പക്ഷെ നരച്ചൊരു ഷെയ്ഡ് അങ്ങനെയൊന്നും തോന്നത്തില്ല. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്, റെയർ ഷെയ്ഡാണ്. 495 ആണ് പെർ മീറ്റർ റേറ്റ്. അടുത്ത നല്ലൊരു ചില്ലി റെഡ് ടോണിലേക്ക് വന്നിരിക്കുന്നു. ഇതാ ഇങ്ങനെ വരുന്നു കേട്ടോ. ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇങ്ങനെ വരും. ഇതൊക്കെ നമുക്ക് ബ്ലൗസിന് യൂസ് ചെയ്യാം, ടോപ്പ് കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം, കാഷ്വൽ വെയർ ഒരു എ ലൈൻ പോലെ ഫ്രോക്ക് കോൺസെപ്റ്റിൽ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫാബ്രിക് ആണ് കേട്ടോ. 450 പെർ മീറ്റർ. അതിൻ്റെ വേറൊരു ഷെയ്ഡ് ഇതൊരു നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ്. ഇങ്ങനെ വരും. നെക്സ്റ്റ് നമുക്ക് മൊഡാൽ സിൽക്കിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് പ്രിന്റുകൾ കാണാം കേട്ടോ. ഇത് വരുന്നു ഫസ്റ്റ് വൺ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. അതിലേക്ക് ബ്ലാക്ക് ആൻഡ് ബേജ് കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. 535 ആണ് മൊഡാൽ സിൽക്കിന്റെ മീറ്റർ പ്രൈസ് വരുന്നത് കേട്ടോ. അജ്രക് പ്രിന്റുകളാണ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ദാമൻ ഏരിയയിലേക്ക്, അതായത് വിത്ത് വൈസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ദാമൻ ഏരിയയിലേക്ക് വേറൊരു പ്രിന്റ് വരുന്ന നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. ബോഡി പാർട്ടിൽ ഇങ്ങനെ കുറച്ച് വലിയ പ്രിന്റിൽ വന്നിട്ട് താഴോട്ട് ഞാൻ വെച്ച് കാണിച്ചു തരാം. ജസ്റ്റ്
ഇങ്ങനെ വരും കേട്ടോ. അതായത് ടോപ്പ് പോർഷനിൽ ഇങ്ങനെ നമ്മൾ വിത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യണം. ടോപ്പിലേക്ക് ആ ഒരു പ്രിന്റും ദാമൻ ലൈനിലായിട്ട് വേറൊരു പ്രിന്റ്. അപ്പോൾ ഒരു 2.25-2.5 മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യോക്ക് പോർഷൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു ബോർഡറൊക്കെ കണ്ടോ, ഈ ഒരു ബോർഡറൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യോക്ക് പോലെ കൊടുത്തിട്ട് മുകളിലൊരു പാർട്ട് താഴോട്ട് അടുത്ത പാർട്ടായിട്ട് അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ വരുന്നു കേട്ടോ ഫാബ്രിക്കിന്റെ ലുക്ക്. നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്ഷനിൽ വരുന്ന ഒരു സെറ്റാണ്. ഇങ്ങനെ വരുന്നു. 535 ആണ് പെർ മീറ്റർ റേറ്റ്. ഈ ഒരു മൊഡാൽ സിൽക്കിന്റെ ഈ ഒരു ഫാബ്രിക് നമുക്ക് സാരി ആക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് വെച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് സാരി ആക്കാനായിട്ട്. താഴെ ആ ഒരു സെപ്പറേറ്റ് ഒരു പോർഷൻ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു മൊഡാലിന്റെ തന്നെ പ്രിന്റഡ് ബ്ലൗസ് നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ അല്ലേ. സോ അങ്ങനെ ഒരു ബ്ലൗസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5.5 മീറ്റർ എടുത്ത് സാരി ആക്കിയാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റുമാണ് വന്നിരിക്കുന്നത്. 535 ആണ് പെർ മീറ്റർ റേറ്റ്. അടുത്തത് നമുക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കോട്ടണിൽ പ്യുവർ ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ്. ഇത് വരുന്നു ഫസ്റ്റ് ഡിസൈൻ. നല്ലൊരു റയർ ഡിസൈൻ ആണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ ഫ്ലോറൽ പ്രിന്റ് കാണുന്നതിനേക്കാളും ചെറിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ബ്ലാക്ക് ബോട്ടമിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഞാൻ ഇന്ന് വേറെ ചെയ്തിരിക്കുന്നതും നമ്മൾ ഒരുപാട് ചെയ്തിരിക്കുന്ന ഒരു പ്രിന്റ് ആയിരുന്നു. ഇപ്പൊ നമുക്കിത് അവൈലബിൾ അല്ല കേട്ടോ. സോ ഈ ഒരു ഫാബ്രിക് നമ്മൾ ഇപ്പൊ ഈ കാണിക്കുന്ന എല്ലാ ഫാബ്രിക്സും നമുക്ക് കോട്ട് സെറ്റ് പോലെ ഈ ഒരു പാറ്റേണിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആൻഡ് ഇതിന്റെ കൂടെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ. സെയിം കളർ കോമ്പിനേഷനിൽ എന്താ ഇങ്ങനെ വരുന്നു. സോ ഇത് നിങ്ങൾക്ക് ടോപ്പും ഇത് ബോട്ടോ ആയിട്ടൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിന്റെ ഒരു ചെറിയ പീസ് യോക്കിലൊക്കെ കൊടുത്ത് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. 220 ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഇതും നമുക്ക് ടോപ്പ് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ബോട്ടോ അടിക്കണമെങ്കിൽ ബോട്ടോ ആയിട്ടും ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു. നല്ലൊരു യെല്ലോ ടോൺ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ടോൺ. ഇത് നമുക്ക് സെയിം ഷെയ്ഡിലുള്ള ബോട്ടം അല്ലെങ്കിൽ ഈ ഒരു ബേജ് ടോണിലുള്ള ബോട്ടം ഒക്കെ കൊടുത്ത് ചെയ്യാം. ഇതിൽ കുറച്ച് ഇങ്ങനെ ഫിഷിന്റെ പ്രിന്റ് ആണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിന്റ് ആണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കാണാനായിട്ട്. അതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ വരുന്നു. സെയിം യെല്ലോടെ തന്നെ ബ്ലാക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഫിഷിന്റെ പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരുന്നു ബ്ലാക്ക്. നെക്സ്റ്റ് നമുക്ക് ലീഫിന്റെ പ്രിന്റ് വരുന്നു. ഇത് എപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പ്രിന്റ് ആണല്ലോ അല്ലേ. ഇങ്ങനെ വരുന്നു. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിലേക്കാണ്, ബ്രിക്ക് ബേജ് ആൻഡ് ബ്ലൂ കളറാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ്. നെക്സ്റ്റ് ജാൽ പ്രിന്റിലേക്ക് വന്നിരിക്കുന്നു. ഇത് വരുന്നു. നെക്സ്റ്റ് 220 ആണ് പെർ മീറ്റർ റേറ്റ്. അടുത്ത പ്രിന്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ടോൺ ആണ് കേട്ടോ. ഗ്രേ ആൻഡ് പിങ്ക് ടോണിലേക്ക് വന്നിരിക്കുന്നു. ഇതിന്റെ ഞാനൊരു ടോപ്പ് ഒരു പ്രാവശ്യം ചെയ്ത് വെയർ ചെയ്ത് ഞാനൊരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് ഹാൻഡ് ബ്ലോക്ക് ആണെങ്കിലും സംഗനറി പ്രിന്റിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി കളർ ബ്ലീഡ് ആവത്തില്ല. സോ ഫസ്റ്റ് നിങ്ങളൊന്ന് കളർ കാർഡ് യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് വാഷ് മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക, സാധാ വാഷ് ചെയ്യുക. അതിനുശേഷമുള്ള വാഷൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് യൂസ് ചെയ്തൊരു മെറ്റീരിയലാണിത്. അതിൻ്റെ ഒരു കളർ വന്നിരിക്കുന്ന പ്രിന്റ് വന്നിരിക്കുന്ന സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വേറൊരു പ്രിന്റ് ആണ് കേട്ടോ. ഇത് ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇങ്ങനെ വരും. ഇത് 10 മീറ്ററിന്റെ കട്ടായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ചെറിയ ബണ്ടിൽ പോലെ ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ അടുത്ത പ്രിന്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്ക് ബേജ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇതൊക്കെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പോലെ ഒരു കോളർ നെക്ക് പാറ്റേൺ ഒക്കെ കൊടുത്ത് കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല പ്രിന്റുകളും ആണെല്ലാം. നെക്സ്റ്റ് വരുന്നത് സംഗനരി പ്രിന്റിൽ തന്നെ വരുന്നതാണ്. നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡ്. ഇങ്ങനെ വരും നെക്സ്റ്റ് പ്രിന്റ്. ഇതിനോട് കൂടിയിട്ട് നമുക്ക് ബോട്ടം ആക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. നമുക്ക് ബോട്ടം ചെയ്യാം. ഇത് യോക്ക് കൊടുക്കണമെങ്കിൽ യോക്ക് കൊടുക്കാം. എന്നിട്ട് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്താൽ കോട്ട് സെറ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ നമുക്ക് സമ്മർ വരുന്നുണ്ടല്ലോ, ഈ ഒരു പാറ്റേൺ ഒക്കെ ഒത്തിരി നമുക്ക് ഈ ഒരു ഫാബ്രിക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇങ്ങനെ വരുന്നു. 220 ആണ് ഇന്ന് കാണിച്ച എല്ലാ കോട്ടൺ ഫാബ്രിക്കിൻ്റെയും മീറ്റർ പ്രൈസ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്.
അപ്പോൾ ഇത്രയാണ് കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.